ശരണം. ശ്രീമദ് വാത്മീകി രാമായണം സുന്ദരകാന്ഡം സർഗം 1 ശ്ലോകങ്ങൾ 25 മുതൽ. അപരേതു മഹാകായാഃ കോമ വമന്തോഗ്നിം സ്വതേജസാ. അടുത്ത ലൈൻ കന്ദരേഭ്യോ വിനിഷ്പേതുഃ കോമ കപിപാദനിപീഡിതാഃ. അപരേതു മഹാകായാഃ വമന്തോഗ്നിം സ്വതേജസാ കന്ദരേഭ്യോ വിനിഷ്പേതുഃ കപിപാദനിപീഡിതാഃ. അവരെ മറ്റു ചില തു എന്നാൽ മഹാകായാഃ വലിയ ശരീരമുള്ളവർ സർപ്പങ്ങൾ വമന്തഃ പുറന്തള്ളിക്കൊണ്ട് അഗ്നിയെ സ്വതേജസ സ്വന്തം തേജസാൽ കന്ദരേഭ്യഃ ഗുഹകളിൽ നിന്ന് വിനിഷ്പേതുഃ പുറത്തേക്ക് ചാടി. കപി വാനരൻ ഹനുമാൻ പാദ കാല് നിപീഡിതാഹ അമർത്തപ്പെട്ടപ്പോൾ ഹനുമാന്റെ കാലിൻ്റെ ശക്തമായ അമർത്തലാല് പർവ്വത ഗുഹകളിലുണ്ടായിരുന്ന വലിയ സർപ്പങ്ങൾ സ്വന്തം തേജസാൽ അഗ്നി ചീറ്റിക്കൊണ്ട് പുറത്തേക്ക് ചാടി. ഹനുമാന്റെ ശക്തി കാരണം പർവ്വതത്തിലെ ജീവജാലങ്ങൾ പോലും ഭയന്ന് പുറത്തേക്ക് ഓടിപ്പോയി. അപരേതു മഹാകായാഃ വമന്തോഗ്നിം സ്വതേജസാ. അപരേതു മഹാകായാഃ വമന്തോഗ്നിം സ്വതേജസാ കന്ദരേഭ്യോ വിനിഷ്പേതുഃ കപിപാദനിപീഡിതാഃ. കന്ദരേഭ്യോ വിനിഷ്പേതുഃ കപിപാദനിപീഡിതാഃ. അപരേതു മഹാകായാഃ വമന്തോഗ്നിം സ്വതേജസാ കന്ദരേഭ്യോ വിനിഷ്പേതുഃ കപിപാദനിപീഡിതാഃ. അടുത്ത ശ്ലോകം ഗിരേരാക്രമ്യമാണസ്യ കോമ തരവസ്തരുണാങ്കുരാഃ മുമുചുഃ പുഷ്പവർഷാണി കോമ വ്യക്തമുത്പലഗന്ധിനഃ. ഗിരേരാക്രമ്യമാണസ്യ തരവസ്തരുണാങ്കുരാഃ മുമുചുഃ പുഷ്പവർഷാണി വ്യക്തമുത്പലഗന്ധിനഃ. ഗിരേഹെ പർവ്വതത്തിൻ്റെ ആക്രമ്യമാണസ്യ ശക്തിയായി അമർത്തപ്പെടുന്ന തരവഹ മരങ്ങൾ തരുണാങ്കുരാഹ ഇളം തളിരുകളുള്ള മുമുജുഹു ചൊരിഞ്ഞു. പുഷ്പവർഷാണി പൂക്കളുടെ മഴ പെയ്തു. വ്യക്തം വ്യക്തമായിട്ട് ഉത്പല താമര ഗന്ധിനഹ സുഗന്ധമുള്ള. അതായത് ഹനുമാൻ പർവ്വതത്തെ അമർത്തിയപ്പോൾ അതിലെ ഇളം തളിരുകളുള്ള മരങ്ങൾ താമരപ്പൂവിൻ്റെ സുഗന്ധമുള്ള പൂക്കൾ ഒക്കെ മഴ പോലെ ചൊരിഞ്ഞു എന്ന് പറയാണ്. ഹനുമാന്റെ ചലനത്തിൽ പ്രകൃതി തന്നെ പൂക്കൾ ചൊരിഞ്ഞ് അദ്ദേഹത്തെ വരവേറ്റതുപോലെ തോന്നി. ഗിരേരാക്രമ്യമാണസ്യ തരവസ്തരുണാങ്കുരാഃ ഗിരേരാക്രമ്യമാണസ്യ തരവസ്തരുണാങ്കുരാഃ മുമുചുഃ പുഷ്പവർഷാണി വ്യക്തമുത്പലഗന്ധിനഃ വ്യക്തമുത്പലഗന്ധിനഃ മുമുചുഃ പുഷ്പവർഷാണി വ്യക്തമുത്പലഗന്ധിനഃ. ഗിരേരാക്രമ്യമാണസ്യ തരവസ്തരുണാങ്കുരാഃ മുമുചുഃ പുഷ്പവർഷാണി വ്യക്തമുത്പലഗന്ധിനഃ. അടുത്ത ശ്ലോകം ഗൈരികാഞ്ചന സംജുഷ്ടാഃ കോമ ഹരിതാലസമാവൃതാഃ വ്യദീര്യന്ത്യ ഗിരേസ്തസ്യ കോമ ശിലാസ്താസ്സമനശിലാഃ. ഗൈരികാഞ്ചന സംജുഷ്ടാഃ ഹരിതാലസമാവൃതാഃ വ്യദീര്യന്ത്യ ഗിരേസ്തസ്യ ശിലാസ്താസ്സമനശിലാഃ.
ഗൈരിക ചുവന്ന ധാതു, ആഞ്ജന കറുത്ത ധാതു, സംജുഷ്ടാഹ നിറഞ്ഞ, ഹരിതാല മഞ്ഞ ധാതു, സമാവൃതാഹ പൊതിഞ്ഞ, വ്യതീര്യന്ത പിളർന്നു, ഗിരേഹെ പർവ്വതത്തിൻ്റെ, ശിലാഹ പാറകൾ, സമനശിലാഹ മനസ്സില ചുവന്ന ധാതു ചേർന്ന പാറകൾ, അങ്ങനെയുള്ള പാറകൾ, ചുവപ്പ് കറുപ്പ് മഞ്ഞ നിറങ്ങളുള്ള ധാതുക്കൾ നിറഞ്ഞിരുന്ന പർവ്വതത്തിലെ പാറകൾ ഹനുമാന്റെ പ്രഭാവത്തിൽ പിളർന്നു. പർവ്വതം മുഴുവൻ വിറച്ച് പാറകൾ പോലും പൊട്ടിപ്പിളർന്നു. ഗൈരികാഞ്ചന സംജുഷ്ടാഹ ഹരിതാല സമാവൃതാഹ, ഗൈരികാഞ്ചന സംജുഷ്ടാഹ ഹരിതാല സമാവൃതാഹ, വ്യതീര്യന്ത ഗിരേസ്തസ്യ ശിലാസ്താ സമനശിലാഹ, വ്യതീര്യന്ത ഗിരേസ്തസ്യ ശിലാസ്താ സമനശിലാഹ, ഗൈരികാഞ്ചന സംജുഷ്ടാഹ ഹരിതാല സമാവൃതാഹ, വ്യതീര്യന്ത ഗിരേസ്തസ്യ ശിലാസ്താ സമനശിലാഹ. അടുത്ത ശ്ലോകം. സ ചന്ദനാരുണസ്താമ്രഃ ഹോമ ചിത്രക കാനനധാതുഭിഃ ക്ഷിപ്തശിഖിനിഭൈർദീപൈഃ ഹോമ ദീപ്തഗൈരികധാതുഭിഃ. സ ചന്ദനാരുണസ്താമ്രാः ചിത്രക കാനനധാതുഭിः ക്ഷിപ്തശിഖിനിഭൈർദീപൈഃ ദീപ്തഗൈരികധാതുഭിः. സ ചന്ദന ചന്ദനവൃക്ഷങ്ങളോട് കൂടിയിട്ടുള്ള, ആരുണ ചുവപ്പ് നിറമുള്ള, താമ്രഹ ചെമ്പ് നിറമുള്ള, ചിത്രഹ വർണ്ണാഭയമായ, കാനനധാതുഭിः വനത്തിലെ ധാതുക്കളാൽ, ക്ഷിപ്തഹ ചിതറിക്കപ്പെട്ട, ശിഖിനിഭൈഃ അഗ്നിജ്വാല പോലുള്ള, ദീപൈഃ പ്രകാശങ്ങളാൽ, ദീപ്ത ജ്വലിക്കുന്ന, ഗൈരികധാതുഭിः ചുവന്ന ധാതുക്കളാൽ, അതായത് പിളർന്ന പാറകളിൽ നിന്ന് പുറത്തു വന്ന വിവിധ വർണ്ണങ്ങളിലുള്ള ധാതുക്കൾ അഗ്നിജ്വാലകളെ പോലെ തിളങ്ങി. അതിനാൽ പർവ്വതം അത്യന്തം മനോഹരമായിട്ട് കാണപ്പെട്ടു. പർവ്വതം വർണ്ണാഭയമായ പ്രകാശത്താൽ ജ്വലിക്കുന്നത് പോലെ തോന്നി. അടുത്ത ശ്ലോകം. ഭിദ്യതേയം ഗിരിർഭൂതൈഃ ഹോമ ഇതി മത്വാ തപസ്വിനഃ ത്രസ്താ വിദ്യാധരാസ്തസ്മാത് ഉത്പേതുഃ സ്ത്രീഗണൈഃ സഹ. ഭിദ്യേയം ഗിരിർഭൂതൈഃ ഇതി മത്വാ തപസ്വിനഃ ത്രസ്താ വിദ്യാധരാസ്തസ്മാത് ഉത്പേതുഃ സ്ത്രീഗണൈഃ സഹ. ഭിദ്യതേ പിളരുന്നു, അയം ഈ, ഗിരിഹി പർവ്വതം, ഇതി മത്വാ ഇങ്ങനെ കരുതി, തപസ്വിനഃ തപസ് ചെയ്യുന്നവർ, ത്രസ്താഹ ഭയപ്പെട്ട, വിദ്യാധരാഹ വിദ്യാധരന്മാർ, തസ്മാത് അവിടെ നിന്ന്, ഉത്പേതുഹു ആകാശത്തേക്ക് പറന്നു, സ്ത്രീഗണൈഹി സഹ സ്ത്രീകളോടൊപ്പം. ഈ പർവ്വതം തകർന്നു പോവുകയാണെന്ന് എന്ന് കരുതിയിട്ട് അവിടെ താമസിച്ചിരുന്ന തപസ്വികളും വിദ്യാധരന്മാരും അവരുടെ സ്ത്രീകളോടൊപ്പം ഭയന്ന് ആകാശത്തിലേക്ക് ഉയർന്നു. ഹനുമാന്റെ ശക്തി കണ്ട് ദിവ്യജീവികൾ പോലും ഭയപ്പെട്ടു. ഹനുമാൻ സമുദ്രം ചാടിക്കടക്കാൻ മഹേന്ദ്ര പർവ്വതത്തിൽ നിന്ന് കുതിക്കാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അതിശക്തമായ ബലവും തേജസ്സും കാരണം പർവ്വതം മുഴുവൻ വിറച്ചു. ഗുഹകളിലെ സർപ്പങ്ങൾ പുറത്തേക്ക് ചാടി, മരങ്ങൾ പൂക്കൾ ചൊരിഞ്ഞു, പാറകളൊക്കെ പിളർന്നു, ധാതുക്കളൊക്കെ ജ്വലിക്കുന്ന അഗ്നി പോലെ തിളങ്ങി. അവിടെ താമസിച്ചിരുന്ന ദിവ്യജീവികൾ പോലും ഭയന്ന് ആകാശത്തിലേക്ക് പറന്നു. ഇതിലൂടെ ഹനുമാന്റെ അപാര ശക്തിയും ദൈവിക മഹിമയും
ആണ് വാത്മീകി മഹർഷി വിശദമായിട്ട് ഈ ശ്ലോകങ്ങളിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടെ നമുക്ക് ഈ ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. അപരേതു മഹാകായാഃ ത്വമന്തോഗ്നിം സ്വതേജസാ കന്ദരേഭ്യോ വിനിഷ്പേതുഃ കവിപാദനിപീഡിതാഃ ഗിരേരാക്രമ്യമാണസ്യ തരവസ്തരുണാങ്കുരാഃ മുമുജുഃ പുഷ്പവശ്യാണി വ്യക്തമുത്പലഗന്ധിനഃ ഗൈരികാഞ്ജനസംജുഷ്ടാഃ ഹരിതാലസമാവൃതാഃ വ്യദീര്യന്തഗിരേസ്തസ്യ ശിലാസ്താः സമനഃശിലാഃ സചന്ദനാരുണാസ്താമ്രഃ ചിത്രഃ കാനനധാതുഭിः ക്ഷിപ്തശിഖിനിഭൈർദീപൈः ദീപ്തഗൈരികധാതുഭിः ഭിദ്യത്തെ യം ഗിരിർഭൂതൈः ഇതി മത്വാ തപസ്വിനഃ ത്രസ്താ വിദ്യാധരാസ്തസ്മാत् ഉത്പേതുഃ സ്ത്രീഗണൈः സഹ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഹനുമാൻ സ്വാമി കി ജയ്.